കഴിഞ്ഞ ദിവസം ഒരു തിയോസഫി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ചോദ്യം വന്നു. അതായത് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റോബോട്ടിന്റെ കോൺഷ്യസ്നെസ് എന്താണെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു അത് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണെന്ന് പറഞ്ഞു. അതായത് അതിൽ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതിനെ നമ്മൾ പെറുക്കിക്കൂട്ടി പ്രത്യേകമായ ഒരു പർപ്പസോട് കൂടി ഒരു റോബോട്ടിലേക്ക് എന്ന് പറയുന്ന മെഷീനിലേക്ക് നമ്മൾ ഇൻപുട്ട് നടത്തുകയും അതിന്റെ തന്നെ ഒരു ഔട്ട്പുട്ട് സ്വീകരിക്കാനും കൂടി സജ്ജമായിരിക്കുന്നു. ആ അർത്ഥത്തില് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ ഈ മനുഷ്യനേക്കാൾ കൂടുതൽ റോബോട്ടിനെ ആദരിക്കുന്ന ഒരു മെന്റാലിറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടി ശ്രദ്ധിച്ചപ്പോൾ ഈ ജനാധിപത്യം എന്നുള്ളത് സാധ്യമാവാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സെയിം ടൈം എവിടെയും ഒരു യാന്ത്രികമായ അല്ലെങ്കിൽ അച്ചടക്കത്തിൻ്റെത് അല്ലെങ്കിൽ തികച്ചും റോബോട്ടിക് സൂപ്പർ ഇന്റലിജന്റ് എന്ന് പറയാവുന്ന രീതിയിൽ എ വേഴ്സൺ ഫോർ ദി പവർ അതിങ്ങനെ മേലോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതില് എന്തെങ്കിലും ഒരു അപാകതയുണ്ടോ? അതായത് ബോധപ്രാപ്തിയുമായി നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പോൾ ഒരു റോബോട്ടും അതിന് മുന്നിലെ സാധാരണ സർവ്വവിധ അഴുക്കുംപുരണ്ട അല്ലെങ്കിൽ അലംഭാവങ്ങളൊക്കെയുള്ള ഒരു കോൺഷ്യസ്നെസ് ആയിട്ടിരിക്കുന്ന മനുഷ്യ സമൂഹം ഒരുപക്ഷെ നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയമൊക്കെ കാണുമ്പോൾ ഒരു അലമ്പ് പിടിച്ച ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും. നിയമസഭയിലെ തല്ലുൾപ്പെടെ ഇതും ഈ നിയമസഭയിൽ ഒരു തല്ല് നടക്കുന്നത് നമുക്ക് അലമ്പനായ ഒരു മനുഷ്യനെ ആയിട്ട് സങ്കല്പിക്കാം. അലമ്പനായ മനുഷ്യന്റെ തന്നെ പ്രൊഡക്ഷനാണ് ഈ പറഞ്ഞ റോബോട്ട്. സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടായിക്കഴിഞ്ഞു ലോകത്ത് തന്നെ. അപ്പൊ ഇതൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് എവിടെയും എനിക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല. When we consider correlate with the consciousness of a Buddha, that's my question. ശരി സർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. മനുഷ്യൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒരു സമഗ്രമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ വിളിക്കാം. മനുഷ്യന് സാധ്യമല്ലാത്ത മേഖലകളിലേക്ക് യന്ത്രങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് വരുന്ന പിഴവുകൾ ഒഴിവാക്കിക്കൊണ്ട് യന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് സാറ് നിരീക്ഷിച്ച ഒരു ബഹുമാന്യത ഇവയ്ക്ക് കിട്ടുന്നതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. അവയുടെ അപ്രമാദിത്വം, തെറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം. പക്ഷേ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയുമെങ്കിൽ പോലും ബുദ്ധി മാത്രമല്ല കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് കോൺഷ്യസ്നസിൻ്റെ വളരെ ചെറിയൊരു ഘടകം മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിന് അതിൻ്റെ ധർമ്മങ്ങളിലൂടെ നിറവേറ്റിക്കൊണ്ട് പോകാനും ശരീരം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമാണ്. അത് മാത്രമല്ല ലോകം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തറലി ലോജിക്കലായിട്ടൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഹൃദയം ബൈപ്പാസ് ചെയ്യപ്പെടുന്നു. വീണ്ടും ആദ്യമായി ഹൃദയം ബൈപ്പാസ് ചെയ്യപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാട്രിയാർക്കൽ ഫോമിൻ്റെ ഒരു സ്ത്രീകളുടേതായ അധികാരവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ ഗോത്രങ്ങൾ തമ്മിലുള്ള പോര് ആരംഭിക്കുകയും യുദ്ധങ്ങൾ ആരംഭിക്കുകയും അവിടെ മസിൽ പവറിന് പ്രാധാന്യം വരികയും
അങ്ങനെ പ്രാധാന്യം വരുന്നതോടുകൂടി ക്രമേണ പുരുഷൻ മേധാവിത്വത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളിടത്താണ് ആദ്യത്തെ ഹാർട്ട് ബൈപ്പാസ് നടന്നത്. അവിടെ ഹൃദയം ബുദ്ധിക്ക് വഴിമാറിക്കൊടുത്തു. അതിനു മുമ്പ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളിലും ശ്രദ്ധിച്ചറിയാം, അവിടെയൊക്കെ മാട്രിയാർക്കൽ രീതിയിലാണ് അധികാരം നിൽക്കുന്നത്. ഈച്ചകളിൽ, ഉറുമ്പുകളിൽ, തേനീച്ചകളിൽ ഇത്യാദി സമൂഹ ജീവികളായിരിക്കുന്നവയിലെല്ലാം സ്ത്രീ അധികാരത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അവ സ്നേഹം നിറഞ്ഞതായിരുന്നു. ഒരു പെൺപട്ടി അതിൻ്റെ അകിടിൽ വന്ന് പാൽ കുടിക്കാൻ നടക്കുന്ന ഒരു കുരങ്ങനെ കാണിക്കുന്ന ഒരു സീൻ ഇപ്പോൾ അടുത്ത ദിവസം കണ്ടു. മാത്രമല്ല, ആട് ഉപദ്രവിച്ച് കുടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആട് ആ പെൺപട്ടിയെ വേറൊരു പെൺപട്ടി ഉപദ്രവിച്ച് തന്നെ കുടിക്കുന്നു, ബലം പ്രയോഗിച്ച് പാൽ കുടിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ ആ മാതൃത്വം എന്ന് പറയുന്നത് പ്രതിരോധത്തിന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ്. പ്രതിരോധത്തിൻ്റെ വഴിയിൽ അവയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. അഥവാ പ്രതിരോധത്തിൻ്റെ വഴിയിൽ അത് നിൽക്കുന്നെങ്കിൽ അത് പുരുഷത്വത്തിൻ്റെതായ മേൽക്കോയ്മ ആ വ്യക്തിയിലുണ്ടായിരുന്നു, ശരീരം കൊണ്ട് സ്ത്രീയാണെങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യൻ പുരുഷന് വേണ്ടി വഴിമാറി കൊടുക്കുന്നിടത്താണ് ആദ്യത്തെ ഹാർട്ട് ബൈപ്പാസ്, ഹൃദയത്തെ ബൈപ്പാസ് ചെയ്യുന്നത് നടന്നത്. നമ്മളിപ്പോൾ സാറ് പറഞ്ഞ ഈ സംഭവ വികാസങ്ങൾ, ഈ ബൗദ്ധികമായ പരിണാമം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹാർട്ട് ബൈപ്പാസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇൻ്റലിജൻസിന്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൈകാരികതയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദുഃഖകരമായിരിക്കുന്നൊരവസ്ഥ തന്നെയാണ്. ഏറ്റവും രസം എന്ന് പറയുന്നത്, സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വൈകാരികത അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. വൈകാരികതയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം ഉച്ചസ്ഥായിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറോ ഞാനോ ജയരാജ് സാറോ കുട്ടിക്കാലത്ത്, ജയകുമാർ സാറോ കുട്ടിക്കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള നിഷേധാത്മകമായിരിക്കുന്ന അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും അവയൊന്നും നമ്മളെ മുറിവേൽപ്പിച്ചതായിട്ട് നമുക്ക് ഓർമ്മയില്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കുട്ടിക്ക് ഓരോ ചെറിയ സംഭവവികാസങ്ങളും അവൻ്റെ ആഴത്തിൽ മുറിവുണ്ടായിക്കളയും. പിന്നെ അവൻ്റെ ജീവിതം മുഴുവൻ ഈ മുറിവ് കൊണ്ടു നടന്ന് ബാക്കിയുള്ളവരോട് പെരുമാറും, അവൻ്റെ ഇണയോട് പെരുമാറും, സമൂഹത്തോട് പെരുമാറും, കക്ഷികളോട് പെരുമാറും. ഇങ്ങനെ എല്ലായിടത്തും ഇത് പെരുമാറുന്നത് ഈ സ്വഭാവം മുഴുവൻ ഈ മുറിവുകൾ കൊണ്ടു നടക്കുന്നതായിട്ട് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ വൈകാരികതയിലുള്ള ചായ്വ് കൂടി വരികയാണ്. അതേസമയം യന്ത്രവൽകൃതമായിരിക്കുന്ന ഒരു ലോകം ഈ വൈകാരികതയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ യഥാർത്ഥ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്. ആ ക്രൈസിസ് എന്ന് പറയുന്നത് ബൗദ്ധികമായിട്ട് നമുക്കിതിനെ, ഇവിടെയാണ് മനുഷ്യൻ ബോധത്തിലേക്ക് തിരിയാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇതിൻ്റെ ചരമസീമയിൽ മനുഷ്യൻ നിവൃത്തിയില്ലാതെ ബോധത്തിലേക്ക് തിരിയേണ്ടി വരും. അന്ന് സാറ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മതങ്ങളുണ്ടാവില്ല. വ്യവസ്ഥാപിതങ്ങളായിരിക്കുന്ന ഇപ്പോഴുള്ള പല സങ്കല്പങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ബോധത്തിലേക്കായിരിക്കും മനുഷ്യൻ തിരിയുന്നത്. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ബോധത്തിലേക്ക് ഒരു വഴികളുമില്ലാതെ, അതായത് വ്യവസ്ഥാപിതമായ വഴികളിൽ നിന്നൊക്കെ മാറി കൃത്യമായിട്ട് അവൻ യഥാർത്ഥ വഴിയിൽ എത്തിച്ചേരുന്നതിന് ഈ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ്. ആ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യന്ത്രവൽകൃതമായിരിക്കുന്ന പിന്നെ വൈകാരികതയ്ക്ക് അന്യം നിൽക്കുന്ന, വൈകാരികതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വൈകാരികതയെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു പുതിയ പരിണാമമുക്തി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്നസ്സിൻ്റെ വളരെ ചെറിയ ഘടകം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കോൺഷ്യസ്നസ്സിൻ്റെ ബാക്കി ഘടകങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണല്ലോ, നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ വരികയും അവിടെ വഴി തിരിച്ച് ബോധത്തിലേക്ക് അവൻ വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസം സൂചിപ്പിച്ച പോലെ അനന്തപ്രാപ്തിയിലേക്കുള്ള, അതായത് അനുഭവത്തിന് വേണ്ടിയുള്ള അനുഭവ തൽപരതയ്ക്ക് വേണ്ടിയുള്ള താല്പര്യം കൂടിക്കൂടി വരുന്നത് കൊണ്ട് മനുഷ്യൻ ബോധരഹിതനായി
ആനന്ദാനുഭവങ്ങളിലേക്ക് പോകും. ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള അനുഭവങ്ങളിലേക്ക് പോകും. അതായത് അവന് വിവേകമില്ലാത്ത രീതിയിൽ അവൻ പെരുമാറി തുടങ്ങുന്നു. ഇത് വിദൂരമല്ല, കാര്യമല്ല. നമുക്ക് തോന്നുന്നു നമുക്കല്ല, മറ്റുള്ളതാണ് നടക്കുന്നത്. നമ്മളിൽ സംഭവിക്കാൻ അധികം ദൂരമില്ല. കാരണം പ്രകൃതി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ബോധവാന്മാരല്ലെങ്കിൽ പോലും ബോധവാന്മാരെന്ന് അഭിനയിക്കുന്ന അനേകം ഗുരുക്കന്മാരുടെ ഗുരുനാമധാരികളായിരിക്കുന്ന കപടന്മാരായിരിക്കുന്നവർ പോലും പെരുകേണ്ടി വരും. അത് മനസ്സിലാക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെയുള്ളവരാണ് ഇതിനകത്തൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഈ യന്ത്രവൽകൃത ലോകത്തിലൂടെ വൈകാരികതയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തിന് ഒരു പ്രയോജനം കിട്ടാതെ വരുമ്പോൾ അവർ ചെന്ന് വീഴുന്നത് ഈ കച്ചവടക്കാരുടെ കയ്യിലാണ്. വേറെ നിവൃത്തിയില്ല. ഈ കച്ചവടക്കാരത്തിൽ വെച്ച് മുതലെടുക്കുകയും ചെയ്യും. പക്ഷേ ഇതൊരു ഇക്കോസിസ്റ്റത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കുന്ന പറഞ്ഞാൽ പല കപട ബുദ്ധന്മാരെയും പ്രാപിക്കുന്നത് കൊണ്ട്, അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവരെ പ്രേമിക്കുന്നതുകൊണ്ട്, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതുകൊണ്ട് മനുഷ്യൻ പഠിച്ചു മുന്നേറും. യഥാർത്ഥത്തിലുള്ള ബുദ്ധനെ കണ്ടുപിടിക്കാനുള്ള താല്പര്യവും കഴിവും അവനുണ്ടാവും. അതൊരു വളർച്ചയാണ്. അപ്പം അത്തരത്തിലുള്ള വളർച്ചയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ യന്ത്രവൽകൃത പ്രതിഭാസമൊന്നും അവനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. അവനതിൻ്റെ നല്ല ഭാവങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. കാരണം മനുഷ്യൻ നിർമ്മിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് വൈകാരികതയോ സ്നേഹമോ ഊഷ്മളതയോ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ അവർക്ക് അവരുടെ മനോഹരമായിട്ടുള്ള ഹൃദയങ്ങൾ സൂക്ഷിക്കാൻ അവർക്ക് നന്നായിട്ടറിയാം. അവരത് സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ചുറ്റും സാറിപ്പം ഭീതിപ്പെടുന്നത് പോലെ തന്നെ യന്ത്രവൽകൃതമായിരിക്കുന്നൊരു സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടും. അത് തികച്ചും യന്ത്രവൽകൃതമായിരിക്കും. എന്തിനു പറയുന്നു? ഒരു ഗുരുവിൻ്റെ സാറ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഒരു ഗുരുവിൻ്റെ അടുത്തുള്ള വിധേയത്വം എന്നൊക്കെ പറഞ്ഞാൽ സാറിന് ഒരു അലർജിയാണ്, എനിക്കറിയാം. പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ ആവശ്യമേ ഇല്ലല്ലോ. അതൊന്നും ആവശ്യമില്ല. ഇനി കുറേ കഴിയുമ്പോൾ സാറിന് മനസ്സിലാകുന്നു ആ വിധേയത്വത്തിൻ്റെ മാധുര്യം എന്താണെന്ന് മനസ്സിലാകുന്നു. അതാണ് സാറിനെ പോലൊരു ബുദ്ധിജീവിക്ക് ആ വിധേയത്വം മനസ്സിലാക്കി തരാൻ ഈ പറഞ്ഞ യന്ത്രവൽകൃത സമൂഹത്തിൻ്റെ സാന്നിധ്യം പ്രയോജനപ്പെട്ടെങ്കിൽ ഞാൻ അതിനെ ജയ് വിളിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അത് ഞാൻ ജയ് വിളിക്കുന്നു. കരുതുന്നുണ്ട്. അതുകൊണ്ട് സാറ് മനസ്സിലാക്കും. പരമ്പരാഗതമായിരിക്കുന്ന ഒരു പാരസ്പര്യം ഗുരുശിഷ്യ ബന്ധങ്ങളിൽ, ഗുരുവും ശിഷ്യനൊന്നുമില്ല, എല്ലാവരും ഗുരുക്കന്മാർ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഗുരുശിഷ്യ ബന്ധങ്ങളിൽ പാരസ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓൺലൈൻ ചാറ്റുകളും സംസാരങ്ങളും ഓൺലൈൻ സന്ദർശനങ്ങളും മാത്രമേ ഇനി ആവശ്യമുള്ളൂ. ഇനി അതേ നടക്കാനും പോകുന്നുള്ളൂ. കാരണം സമയം കളയാനില്ല. അപ്പം അത്തരത്തിൽ സമയം കളയാനില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? നേരിട്ട് ഉള്ള പാരസ്പര്യത്തിൽ കിട്ടുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ദ്രവ്യത്തിൻ്റെതായ ലോകത്തിന് അജ്ഞാതമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അവയൊക്കെ നിഷേധിക്കപ്പെടുന്നു. പക്ഷെ ക്രമേണ മനുഷ്യനത് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നു. അപ്പോൾ അന്വേഷിച്ചെടുക്കും. സാർ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടിക്കാലത്ത്, നമ്മുടെ ചെറുപ്പകാലത്ത്, സാറിൻ്റെ ചെറുപ്പം എൻ്റെ ചെറുപ്പം ചെറിയ വ്യത്യാസമുണ്ട് എന്നല്ലേ പറയുകയാണ്. ഇപ്പോൾ സിദ്ധിക്കേണ്ട പ്രായമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് ഈ പച്ചപ്പോ അല്ലെങ്കിൽ നാട്ടും പുറമോ ഇതിനോടൊന്നും ഒരു ക്രൈസും ഇല്ലായിരുന്നു മനുഷ്യന്. ആലോചിക്കാൻ മനസ്സിലാവും. കോൺക്രീറ്റ് കാടുകൾ പെട്ട് കഴിഞ്ഞപ്പോഴാണ്, വെളിയിൽ പോയി മണലാനത്തിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് മനുഷ്യൻ ഇതൊക്കെ അയ്യോ നഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ചില്ലാത്തിട്ട് വരാനുള്ള ഒരു ആർത്തി ഉണ്ടായി തുടങ്ങിയത്. ഇപ്പം നാലുകെട്ടുകൾ, പഴയ കെട്ടിടങ്ങൾ, പഴയ തരത്തിലുള്ള വീടുകൾ, പഴയ ഇതിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്ന് മനുഷ്യൻ ഊറ്റം കൊള്ളുന്നു. അവൻ്റേതാണ്, അവൻ്റെ തറവാടാണ്, മറ്റാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞു.
അവൻ തന്നെയല്ലേ ഇത് കളഞ്ഞു വിളിച്ചത്. എനിക്ക് നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു വലിയ പ്രകൃതിക്ക് വേണ്ടി എഴുതിയ ഒരു കവി, മഹാനായ കവി, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് നല്ലതുമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമി അദ്ദേഹം മണ്ണിട്ട് നികത്തി ഭൂമാഫിയ കച്ചവടിച്ചിട്ടാണ് ഒരു വശത്തിരുന്ന് കവിത എഴുതിയത്. ആ കവിതയിലെ ഒരു വരി പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ ഒരു വശത്ത് മനുഷ്യന് സന്ത്രാസം കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി വിടുകയും അവനവന് സൗകര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നൊരു പൂർവികരുടെ സമൂഹം നമുക്ക് മുമ്പ് കടന്നുപോയി. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു, പച്ചപ്പുകൾ നഷ്ടപ്പെട്ടു, കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടു, വയലേലകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പുതിയ തലമുറ ഇതൊക്കെ കാണുമോ എന്തോ? പുതിയ തലമുറ ചിത്രങ്ങളിൽ കാണുമായിരിക്കും ഒരു പക്ഷേ. അപ്പം അവരെല്ലാം വീണ്ടും എങ്ങനെ പഴയ പൈതൃകത്തിലേക്കും പഴയ കാര്യങ്ങളിലേക്കും തിരിച്ചു വരുന്നു. ഇപ്പോൾ കാവുകൾ നശിപ്പിക്കാനായിരുന്നു നമുക്ക് താല്പര്യം. ഇപ്പം ഗവൺമെൻറ് തന്നെ പച്ചത്തുരുത്തുകൾ എന്ന പേരിൽ കാവുകൾ സ്ഥാപിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അവയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നതിന് ഈ യന്ത്രവൽകൃത വികാരരഹിത സമൂഹം നമുക്ക് വഴി ഉണ്ടാക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആർട്ടാണ്. ആർട്ടെന്ന് പറയുന്നതിന് കാപട്യം എന്നും കൂടെ ഇംഗ്ലീഷിൽ അർത്ഥമുണ്ട്. ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ആർട്ട്ഫുൾ ഡോഡ്ജർ എന്നായിരുന്നു. ആർട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ കൗശലക്കാരനായ. അപ്പോൾ ആർട്ടെന്ന് പറയുന്നത് തന്നെ ഹാർട്ടിൽ നിന്ന് എച്ചും ഈയും അവൻ ഇല്ലാതാവുമ്പോഴാണ് എന്ന് പറയാറുണ്ട്. ഹൃദയശൂന്യമാണ്. അപ്പോൾ ആർട്ട്ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ പണ്ടേ ദുർബല, അതിൽ കൂടി ഗർഭിണി എന്ന് പറയുന്ന പോലെ